മന്ത്രി കെ ടി ജലീലിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് കേസിൽ മുഖ്യമന്ത്രിയും മന്ത്രി കെ ടി ജലീലും സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തുന്ന മാർച്ച് പോലീസ് അറിയിച്ചു. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 7500 കടന്നു. കോൺഗ്രസുകാരായ നേതാക്കന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും രോഗം സ്ഥിരീകരിച്ചു. അതിൽ ഒരു നേതാവിന്റെ അച്ഛൻ മരണപ്പെട്ടു. അമ്മ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മൂത്ത കോൺഗ്രസുകാർക്കും യൂത്ത് കോൺഗ്രസുകാർക്കും KSU നേതാക്കൾക്കും രോഗം സ്ഥിരീകരിച്ചു. ചെയ്തു കൂട്ടിയതെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയായപ്പോൾ സമരം നിർത്തുകയാണത്രേ. ആൾക്കൂട്ട സമരങ്ങൾ ഒഴിവാക്കണമെന്ന് സർക്കാർ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞതെന്നാണെന്ന് കേട്ടുനോക്കാം. നിയമങ്ങളും നടപടികളും ഞങ്ങൾ വാരി വലിച്ചെറിഞ്ഞ് പ്രക്ഷോഭത്തിന്റെ തീച്ചൂളയിലേക്ക് ഈ സംസ്ഥാനത്തിന് നയിക്കും. പ്രോട്ടോകോൾ പോലും ചിലപ്പോൾ മറന്നുകൊണ്ട് അവിടെ മരിച്ചു വീഴുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യേണ്ടി വരും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മര്യാദ വേണ്ടേ? മരണവ്യാപാരികളായ ഈ നേതാക്കളെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നായപ്പോഴാണ് ഇവർ ഈ കലാപരിപാടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ഓർക്കണം. സമരത്തിന് വന്നവരിൽ പലരും ഇനിയും പരിശോധന നടത്തിയിട്ടുമില്ല. രോഗം സ്ഥിരീകരിച്ചവർ കള്ളപ്പേരിൽ ഒളിച്ചു താമസിച്ച് നാട്ടുകാരെ പറ്റിക്കാനും നോക്കുന്നു. മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് പറഞ്ഞായിരുന്നു ഒരു സമരം. ഒടുവിൽ രാജിവെച്ചതോ? KPCC നേതൃത്വത്തിന്റെയും എ ഗ്രൂപ്പിന്റെയും നിരന്തര ആവശ്യങ്ങൾക്കൊടുവിൽ ബെന്നി ബെഹനാൻ UDF കൺവീനർ സ്ഥാനം രാജിവെച്ചു. കെ മുരളീധരൻ KPCC പ്രചാരണ വിഭാഗം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ ഏതെങ്കിലും CPM പ്രവർത്തകൻ പ്രതിയായി. സെക്രട്ടേറിയറ്റിലെ ഷോർട്ട് സർക്യൂട്ട് അത് തീവെപ്പാണെന്ന് തെളിയിച്ചോ? ആകെ ഒരു കാര്യം മാത്രം നടന്നു. വടക്കാഞ്ചേരിയിലെ 140 കുടുംബങ്ങൾക്ക് വീട് കിട്ടുമായിരുന്ന ഒരു പദ്ധതി ഇല്ലാതാക്കി. ഇനി ഇത് ആവർത്തിക്കരുത്. ഇവര് സമരം നിർത്തിയത് രോഗം പടരുന്നത് കണ്ടിട്ടാണെന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട. സമരത്തിന് ഇനി പ്രവർത്തകരെയൊന്നും കിട്ടില്ല, അത് തന്നെ കാരണം. ഇനി സമരത്തിന് വരാൻ പറഞ്ഞ ആളെ കൂട്ടിയാൽ നാട്ടുകാർ തന്നെ ഇവരെ കൈകാര്യം ചെയ്യും. അത് തിരിച്ചറിഞ്ഞാണ് ഇവർ അടവ് മാറ്റിയത്. ആളുന്ന തീയില് പിരിയണ്ണ പാരണം, ആപത്തില്ലവനാന്റെ തടി നോക്കണം.